ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു KU FIUGP ഓൺലൈൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്സിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ ആയിരിക്കും തരാൻ പോകുന്നത്. എൻ്റെ മുമ്പത്തെ വീഡിയോസ് എൻ്റെ ചാനലിൽ അവൈലബിൾ ആണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. ആദ്യം മീനിങ് ആൻഡ് ഡെഫിനിഷൻ. Consignment means the transfer of goods from one person to another for sale on commission on behalf of the person who sends the goods. The person who appoints and sends goods to the agent to sell on a commission basis is called the consignor. The person to whom the goods are sent for sale on a commission basis is called the consignee. To the consignor, the consignment of goods is known as outward consignment, and to the consignee it is inward consignment. എന്ന് പറഞ്ഞാൽ ഒരു കൺസൈൻമെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ രണ്ട് പേഴ്സൺസ് തമ്മിലുള്ള ഗുഡ്സിൻ്റെ ട്രാൻസ്ഫറിനെ പറയുന്ന പേരാണ് കൺസൈൻമെൻറ്റ്. ഈ ഗുഡ്സ് കൺസൈനർ കൺസൈനിയിലേക്ക് അയച്ചിട്ട് കൺസൈനർക്ക് വേണ്ടി ഒരു കമ്മീഷൻ ബേസിസിൽ ആ ഗുഡ്സ് സെല് ചെയ്യാൻ അല്ലെങ്കിൽ വിറ്റ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് കൺസൈൻമെൻറ്റ്. ഓക്കെ, ഇതിൽ കൺസൈനർക്ക് കൺസൈൻമെൻറ്റ് പ്രോസസ്സ് ഔട്ട്വേർഡ് കൺസൈൻമെൻ്റ് ആയിട്ടും പിന്നെ കൺസൈനിക്ക് ഇൻവേർഡ് കൺസൈൻമെൻ്റ് ആയിട്ടും കണക്കാക്കപ്പെടും. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ഫോർമൽ ഡെഫിനിഷൻ ഉണ്ട്. കൺസൈൻമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഷിപ്മെൻറ്റ് ഓർ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ബൈ ദ മാനുഫാക്ചറേഴ്സ് ഓർ ഹോൾസെയിലേഴ്സ് ടു ഏജൻറ്റ്സ് ടു ബി സോൾഡ് ബൈ ദം ഓൺ ബിഹാഫ് ഓഫ് ദ സെൻഡേഴ്സ് ഓഫ് ഗുഡ്സ് ഓൺ കമ്മീഷൻ ബേസിസ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് കൺസൈൻമെൻറ്റ് ബിസിനസ്. The following are the important features or characteristics of consignment business. Ownership. Ownership in the goods rests with the consignor till it is sold by the consignee. When goods are sold by the consignee, it is automatically transferred to the buyer. എല്ലാ ഗുഡ്സും കൺസൈനി വിറ്റ് കൊടുക്കുന്നത് വരെ എല്ലാ ഓണർഷിപ്പ് റൈറ്റ്സും കൺസൈനറിന് മാത്രമായിരിക്കും. ഓക്കെ, എല്ലാ ഗുഡ്സും വിറ്റ് കഴിഞ്ഞതിന് ശേഷം ബയ്യറിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. പിന്നെ റിസ്ക്. The consignor has to bear all the risks connected with goods till it is sold. It is not passed to the consignee. The risk may be due to loss of goods in transit or at the godown of the consignee or due to bad debts arising out of credit sales. All these losses are to be borne by the consignor. കൺസൈൻമെൻറ്റ് പ്രോസസ്സിൽ കൺസൈനറാണ് എല്ലാ റിസ്ക്കും ബെയർ ചെയ്യേണ്ടത്. കാരണം കൺസൈനറിലാണ് എല്ലാ ഗുഡ്സും till it is sold by the consignee. എല്ലാ ലോസ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആയാലും പിന്നെ ബാഡ് ഡെപ്റ്റ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എല്ലാ ലോസസും എല്ലാ റിസ്ക്കും കൺസൈനറാണ് ബെയർ ചെയ്യേണ്ടത്. അടുത്ത പോയിന്റ്, പൊസഷൻ. ദ ഗുഡ്സ് വിൽ ബി ഇൻ പൊസഷൻ ഓഫ് ദ കൺസൈനി ടിൽ ഇറ്റ് ഇസ് സോൾഡ് ബൈ ഹിം ഓൺ ബിഹാഫ് ഓഫ് ദ കൺസൈനർ. കൺസൈനർക്ക് വേണ്ടി കൺസൈനി എല്ലാ ഗുഡ്സും സെല് ചെയ്ത് കഴിയുന്നത് വരെ എല്ലാ ഗുഡ്സിൻ്റെയും പൊസിഷൻ കൺസൈനിക്ക് മാത്രമായിരിക്കും. അടുത്ത പോയിന്റ്, റിലേഷൻഷിപ്പ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കൺസൈനർ ആൻഡ് ദ കൺസൈനി ഈസ് ദാറ്റ് ഓഫ് എ പ്രിൻസിപ്പൽ ആൻഡ് ആൻ ഏജൻറ്റ്. ഒരു കൺസൈനർ കൺസൈനിയുടെ ഇടയ്ക്ക് ഒരു പ്രിൻസിപ്പൽ ആൻഡ് ആൻ ഏജൻറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. കാരണം കൺസൈനർക്ക് വേണ്ടിയാണ് ഒരു കൺസൈനി കമ്മീഷൻ ബേസിസിൽ ഗുഡ്സ് വിറ്റ് കൊടുക്കാൻ സഹായിക്കുന്നത്. പിന്നെ അടുത്ത പോയിന്റ്, ബെയറിംഗ് ഓഫ് എക്സ്പെൻസസ്. എക്സ്പെൻസസ് കണക്റ്റഡ് ടു എ കൺസൈൻമെൻറ്റ് ആർ ടു ബി ബോൺ ബൈ ദ കൺസൈനർ. The consignee has to pay the expenses on consignment which will be later deducted from the sales proceeds of the goods. കൺസൈൻമെൻറ്റ് പ്രോസസ്സിൽ കൺസൈനർ വേണം എല്ലാ എക്സ്പെൻസസും ബെയർ ചെയ്യാൻ. കാരണം സെല് ചെയ്യാൻ പോകുന്ന എല്ലാ ഗുഡ്സും കൺസൈനറിൻ്റെ തന്നെയാണ്. കൺസൈനി എല്ലാ എക്സ്പെൻസസും പേ ചെയ്താൽ തന്നെ സെയിൽസ് പ്രൊസീഡ്സിൽ വരുമ്പോൾ ആ എമൗണ്ട് കുറയ്ക്കപ്പെടും. അടുത്ത പോയിന്റ്, റീപൊസിഷൻ ഓഫ് ഗുഡ്സ്. ദ ഗുഡ്സ് ക്യാൻ ബി റീപൊസസ്ഡ് ബൈ ദ കൺസൈനർ അറ്റ് എനി ടൈം ഫ്രം ദ കൺസൈനി. ഏത് സമയത്തും ഒരു കൺസൈനറിന് കൺസൈനിയിൽ നിന്ന് ഗുഡ്സ് റീപൊസസ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത പോയിന്റ്, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. ദ അൺസോൾഡ് ഗുഡ്സ് വിത്ത് ദ കൺസൈനി ഈസ് ട്രീറ്റഡ് ആസ് ദ സ്റ്റോക്ക് ഓഫ് ദ കൺസൈനർ. എന്ന് പറയുകയാണെങ്കിൽ കൺസൈനിയുടെ കയ്യിലുള്ള ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അൺസോൾഡ് ആയിട്ടുള്ള വിറ്റ് പോവാത്ത ഗുഡ്സിനെ പറയുന്ന പേരാണ് സ്റ്റോക്ക് ഓഫ് ദ കൺസൈനർ. അടുത്ത പോയിന്റ്, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്സ്. പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ കൺസൈൻമെൻറ്റ് ഇസ് നോട്ട് ഷെയർഡ്. The entire amount of profit or loss goes to the consignor. ഒരു കൺസൈൻമെൻറ്റ് പ്രോസസ്സിൽ പ്രോഫിറ്റോ ലോസോ ഉണ്ടായാൽ കൺസൈനറിന് മാത്രമാണ് ഇത് പോവുക. കാരണം കൺസൈനറിൻ്റെ ആണ് ആ സെല് ചെയ്ത ഗുഡ്സ്. അടുത്ത പോയിന്റ്, കമ്മീഷൻ. എ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഓൺ സെയിൽ ഇസ് ഗിവൺ ടു ദ കൺസൈനി ആസ് ഹിസ് റിമ്യൂണറേഷൻ. കൺസൈനി എല്ലാ ഗുഡ്സും സെല് ചെയ്യാൻ വേണ്ടി തന്നെ കൺസൈൻമെൻറ്റ് പ്രോസസ്സിൽ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് കമ്മീഷൻ കൊടുക്കാറുണ്ട് ഓൺ സെയിൽ ടു ദ കൺസൈനി. അടുത്തത്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കൺസൈൻമെൻറ്റ് ആൻഡ് സെയിൽ. ബേസിസ് ഓഫ് ഡിഫറൻസസ്. ഓണർഷിപ്പ്. ഓണർഷിപ്പ് ഇൻ ദ ഗുഡ്സ് ഇസ് നോട്ട് ട്രാൻസ്ഫർഡ് ടു ദ കൺസൈനി ഇൻ ദ കേസ് ഓഫ് കൺസൈൻമെൻറ്റ്. കൺസൈൻമെൻറ്റിൽ
ഓണർഷിപ്പ് ഇൻ ദ ഗുഡ്സ് ഇസ് നോട്ട് ട്രാൻസ്ഫർ ടു ദ കൺസൈനി. കൺസൈനിയിലേക്ക് ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല. പക്ഷേ സെയിലിൽ ദി ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് ഇസ് ട്രാൻസ്ഫർ ടു ദ ബയർ. ബയറിലേക്ക് ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. അടുത്ത പോയിന്റ് ഓഫ് ഡിഫറൻസ് പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പാണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസൈനർ ആൻഡ് ദ കൺസൈനി ഇസ് ദാറ്റ് ഓഫ് എ പ്രിൻസിപ്പൽ ആൻഡ് ആൻ ഏജൻറ്റ്. ഒരു കൺസൈൻമെൻറ്റിൽ കൺസൈനർ ആൻഡ് ദ കൺസൈനിയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത് പ്രിൻസിപ്പൽ ആൻഡ് ആൻ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ്. പക്ഷേ സെയിലിൽ ഇൻ ക്രെഡിറ്റ് സെയിൽസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെല്ലർ ആൻഡ് ദ ബയർ ഇസ് ദാറ്റ് ഓഫ് എ ക്രെഡിറ്റർ ആൻഡ് എ ഡെബ്റ്റർ. ഒരു ക്രെഡിറ്ററും ഡെബ്റ്ററിൻ്റെയും റിലേഷൻഷിപ്പാണ് ഒരു സെല്ലറും ബയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ക്രെഡിറ്റ് സെയിൽസിൽ. ഓക്കെ. പിന്നെ അടുത്ത പോയിന്റ് റിസ്ക് ഇൻ ദ ഗുഡ്സ് ഇസ് നോട്ട് ട്രാൻസ്ഫർ ടു ദ കൺസൈനി. കൺസൈൻമെൻറ്റിൽ കൺസൈനിയിലേക്ക് റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല ഗുഡ്സിൻ്റെ. പിന്നെ അടുത്തത് റിസ്ക് ഇൻ ദ ഗുഡ്സ് ഇസ് ട്രാൻസ്ഫർ ടു ദ ബയർ. ഗുഡ്സിലുള്ള റിസ്ക് എല്ലാം ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു സെയിലിൽ. പിന്നെ അടുത്ത പോയിന്റ് ഓഫ് ഡിഫറൻസ് പറയുകയാണെങ്കിൽ എക്സ്പെൻസസ് ആണ്. ഓൾ ദ എക്സ്പെൻസ് ഇൻക്ലൂഡിങ് സെല്ലിംഗ് എക്സ്പെൻസ് ആർ ബോൺ ബൈ ദ കൺസൈനർ. കൺസൈനറാണ് എല്ലാ എക്സ്പെൻസസും കൺസൈൻമെൻറ്റിൻ്റെ കേസിൽ ഇൻക്ലൂഡിങ് സെല്ലിംഗ് എക്സ്പെൻസ് എല്ലാം ബോൺ ചെയ്യുന്നത് കൺസൈനർ തന്നെയാണ്. പക്ഷേ സെയിലിൽ എക്സ്പെൻസസ് ഇൻകേർഡ് ആഫ്റ്റർ ദ സെയിൽ ഓഫ് ഗുഡ്സ് ആർ ബോൺ ബൈ ദ ബയർ. ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ബയ്യറാണ് എല്ലാ എക്സ്പെൻസസും ഇൻകർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വഹിക്കുന്നത്. അടുത്ത പോയിന്റ് റിട്ടേൺ ഓഫ് ഗുഡ്സ്. ദ കൺസൈനി ഹാസ് ദ റൈറ്റ് ടു റിട്ടേൺ ദ അൺസോൾഡ് ഗുഡ്സ്. ഒരു കൺസൈൻമെൻറ്റിൽ കൺസൈനി അൺസോൾഡ് ഗുഡ്സ് വിൽക്കാൻ പറ്റാത്ത ഗുഡ്സ് എല്ലാം റിട്ടേൺ ചെയ്യണം എന്നുള്ള റൈറ്റ് കൺസൈനിക്കുണ്ട് കൺസൈൻമെൻറ്റിൽ. പക്ഷേ ദ ബയർ കനോട്ട് റിട്ടേൺ ദ ഗുഡ്സ് അൺലെസ് അതർവൈസ് എഗ്രീഡ്. ഒരു സെയിലിൽ എഗ്രി ചെയ്യാത്ത അടുത്തോളം നമുക്ക് ബയറിന് വീണ്ടും റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല ഗുഡ്സ്. ഓക്കെ. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അക്കൗണ്ട് സെയിൽ. ദ കൺസൈനി ഹാസ് ടു സെൻഡ് എ പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കോൾഡ് ദ അക്കൗണ്ട് സെയിൽ ഷോയിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ട്രാൻസാക്ഷൻസ് ഇൻ കണക്ഷൻ വിത്ത് ദ കൺസൈൻമെൻറ്റ്. കൺസൈൻമെൻറ്റായിട്ട് ബന്ധപ്പെട്ട് ഒരു കൺസൈനി ഒരു പീരിയോഡിക് സ്റ്റേറ്റ്മെൻറ്റ് കോൾഡ് അക്കൗണ്ട് സെയിൽ. അക്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ ട്രാൻസാക്ഷൻസിനുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തുകൊണ്ട് ഒരു അക്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കൺസൈനർക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് കൺസൈൻമെൻറ്റിൽ. ഓക്കെ. പക്ഷേ സെയിലിൽ ദ ബയർ നീഡ് നോട്ട് സെൻഡ് സച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്. ബയർ ഒരു സ്റ്റേറ്റ്മെൻറ്റും സെല്ലറിന് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് റീപൊസഷൻ. ഗുഡ്സ് സെൻഡ് ടു ദ കൺസൈനി ക്യാൻ ബി കോൾഡ് ബാക്ക് അറ്റ് എനി ടൈം. ഒരു കൺസൈൻമെൻറ്റിൽ കൺസൈനർക്ക് എപ്പോൾ വേണമെങ്കിലും കൺസൈനിയിൽ നിന്ന് ഗുഡ്സ് തിരിച്ചു പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ കോൾ ബാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ സെയിലിൽ ഗുഡ്സ് വൺസ് സോൾഡ് കനോട്ട് ബി കോൾഡ് ബാക്ക്. ഒരു പ്രാവശ്യം വിറ്റ ഗുഡ്സ് ഒരിക്കലും തിരിച്ച് കോൾ ബാക്ക് ചെയ്യാൻ പറ്റത്തില്ല സെയിലിൻ്റെ കാര്യത്തിൽ. ഓക്കെ. അടുത്ത പോയിന്റ് ഓർഡറിങ് ഫോർ ഗുഡ്സ്. ദ ഗുഡ്സ് ആർ സെൻഡ് വിത്തൗട്ട് എനി ഓർഡർ ഫ്രം ദ കൺസൈനി. കൺസൈൻമെൻറ്റിൽ ഒരു സ്പെസിഫിക് ഓർഡർ ഇല്ലാണ്ട് തന്നെ കൺസൈനർക്ക് കൺസൈനിയിലേക്ക് ഗുഡ്സ് അയച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ സെയിലിൽ ദെയർ മസ്റ്റ് ബി ആൻ ഓർഡർ ഫ്രം ദ ബയർ. ബയറിൽ നിന്ന് ഒരു സ്പെസിഫിക് ഓർഡർ വേണം ഒരു സാധനം അയച്ചു കൊടുക്കാൻ വേണ്ടി. അടുത്ത പോയിന്റ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. ദ അൺസോൾഡ് ഗുഡ്സ് വിത്ത് ദ കൺസൈനി ഇസ് ട്രീറ്റഡ് ആസ് സ്റ്റോക്ക് ഓഫ് ദ കൺസൈനർ. അൺസോൾഡ് ഗുഡ്സ് കൺസൈനിയുടെ കയ്യിലുള്ള വിറ്റ് പോകാത്ത ഗുഡ്സിനെ സ്റ്റോക്ക് ഓഫ് ദ കൺസൈനറായിട്ട് കണക്കാക്കപ്പെടും. സെയിലിൽ ദ സെല്ലർ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ അൺസോൾഡ് ഗുഡ്സ് ഓഫ് ദ ബയർ. ബയറിൻ്റെ അൺസോൾഡ് ഗുഡ്സ് വിറ്റ് പോകാത്ത ഗുഡ്സിന് സെല്ലറായിട്ട് ഒരു ബന്ധവും ഇല്ല സെയിലിൻ്റെ കേസിൽ. ഓക്കെ. അടുത്ത പോയിന്റ് പ്രൊഫോമ ഇൻവോയ്സ്. ഇൻ കൺസൈൻമെൻറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് സെൻഡ് ബൈ ദ കൺസൈനർ അലോങ് വിത്ത് ദ ഗുഡ്സ് കൺസൈൻഡ് ഇസ് കോൾഡ് പ്രൊഫോമ ഇൻവോയ്സ്. കൺസൈൻമെൻറ്റിൽ കൺസൈനർ ഗുഡ്സ് അയച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ അയച്ചു കൊടുക്കും കൺസൈനിക്ക്. അതിൻ്റെ പേര് ആണ് പ്രൊഫോമ ഇൻവോയ്സ്. ഓക്കെ. പക്ഷേ ഇൻ സെയിൽ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് കോൾഡ് ഇൻവോയ്സ്. ഇൻവോയ്സ് ആണ് ഒരു സെയിലിൽ ഒരു സെല്ലർ ബയറിന് കൊടുക്കുന്നൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേര്. അടുത്തത് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആൻഡ് കോൺസെപ്റ്റ്സ്. Proforma invoice. A proforma invoice is a statement prepared and sent by the consignor to the consignee along with the goods dispatched. It contains information regarding quantity, quality, price, packing, etc. of the goods dispatched. Such an invoice is exactly like an actual invoice in appearance, but it does not make the consignee responsible to pay the amount mentioned therein.
The pro forma invoice can be prepared either at cost price or loaded price or inflated price. Commission on consignment. കുറേ ടൈപ്സ് ഓഫ് കമ്മീഷൻ ഉണ്ട്, അത് നമുക്ക് നോക്കാം ഇനി. Commission on consignment is the reward or remuneration given by the consignor to the consignee for selling the goods. Normally, it is a fixed percentage of sale proceeds. Besides the normal commission, the consignee may be allowed the following additional commissions. കമ്മീഷൻ വേറെ നോർമൽ കമ്മീഷൻ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ 2 ടൈപ്പ് ഓഫ് കമ്മീഷൻ എക്സ്ട്രാ നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ. യൂഷ്വലി ദ കൺസൈനർ ഹാസ് ടു ബെയർ എനി ലോസ് ഡ്യൂ ടു ബാഡ് ഡെബ്റ്റ്സ് ദാറ്റ് മേ അറൈസ് from the insolvency of the buyers of goods, as the consignee sells the goods only as an agent. But in order to make the consignee bear the bad debts, the consignor may offer some additional commission known as del creditor commission. The extra commission offered by the consignor to the consignee for guaranteeing the entire amount of sales effected on consignment or for bearing any bad debts by the consignee is called del creditor commission. ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ എന്ന് പറയുകയാണെങ്കിൽ ബാഡ് ഡെബ്റ്റ്സ് പ്രകാരം ഉണ്ടാകുന്ന ലോസസോ പിന്നെ സെയിൽസിൻ്റെ എമൗണ്ട് കൂട്ടാനോ വേണ്ടി കൺസൈനർ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന കമ്മീഷൻ്റെ പറയുന്ന പേരാണ് ഡെൽ ക്രെഡിറ്റർ കമ്മീഷൻ. ഇനി ഓവർ റൈഡിങ് കമ്മീഷൻ എന്താണെന്ന് നോക്കാം. Overriding commission. It is an extra commission paid to the consignee in addition to the normal commission as an incentive to sell the goods at the highest possible price. It is usually allowed by the consignor when a new product is introduced in the market. It is given as an incentive to promote sales. സെയിൽസ് പ്രൊമോട്ട് ചെയ്യാനും പിന്നെ എന്തെങ്കിലും ഒരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലോ പിന്നെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാനോ പിന്നെ സെയിൽസ് തന്നെ ഭയങ്കര ഹയസ്റ്റ് പോസിബിൾ പ്രൈസിൽ ഗുഡ്സ് വിൽക്കാനോ വേണ്ടി നമ്മൾക്ക് നോർമൽ കമ്മീഷൻ്റെ മേലെ തന്നെ അഡീഷണൽ കമ്മീഷൻ ഒരു കൺസൈനിക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഓവർ റൈഡിങ് കമ്മീഷൻ. പിന്നെ expenses on consignment. Expenses that may be incurred on a consignment can be classified into 2 types. A. Non-recurring expenses. These are expenses which do not arise repeatedly for a particular consignment. All expenses incurred by the consignor and the consignee till the goods are brought into the godown of the consignor are non-recurring in nature. Okay. Packing and forwarding charges, freight, import or customs duty, insurance in transit, octroi, loading and unloading charges, carriage and carriage to the godown of the consignee, etc. are non-recurring expenses. എന്ന് പറഞ്ഞാൽ കൺസൈനറിൻ്റെ സ്ഥലത്ത് നിന്ന് കൺസൈനിയുടെ ഗോഡൗണിലേക്ക് കൊണ്ടുവരുമ്പോൾ കൺസൈനർ കൊടുക്കുന്ന എല്ലാ എക്സ്പെൻസസിനെയും പറയുന്ന പേരാണ് നോൺ റിക്കറിങ് എക്സ്പെൻസസ്. എക്സാമ്പിൾ പാക്കിംഗ് ആൻഡ് ഫോർവേഡിംഗ് ചാർജസ്, ഫ്രൈറ്റ്, ഇമ്പോർട്ട് ഓർ കസ്റ്റംസ് ഡ്യൂട്ടി, ഇൻഷുറൻസ് ഇൻ ട്രാൻസിറ്റ്, ഒക്ട്രോയ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്, അങ്ങനത്തെ കുറേ എക്സാമ്പിൾസ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എക്സ്പെൻസസ് ഓൺ കൺസൈൻമെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കേണ്ട ആവശ്യമുണ്ട് നന്നായിട്ട്. കാരണം ഇത് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, 2 മാർക്കിനും ചോദിക്കാം, 3 മാർക്കിനും ചോദിക്കാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ ബി റിക്കറിങ് എക്സ്പെൻസസ്. These are the indirect expenses incurred repeatedly on the same consignment. These are met by the consignee after reaching the goods in his godown. Godown rent and insurance, salesman's salary and commission, advertising, brokerage, etc. are recurring expenses. Okay? കൺസൈനി മീറ്റ് ചെയ്യുന്ന എല്ലാ എക്സ്പെൻസസും ഗോഡൗണിൻ്റെ റെൻറ്റ് തൊട്ട് ഇൻഷുറൻസ്, സെയിൽസ്മാൻ സാലറീസ്, കമ്മീഷൻ, അഡ്വർടൈസിങ്, ഇതൊക്കെ റെക്കറിങ് എക്സ്പെൻസസാണ്. കാരണം ഇനിയും എല്ലാ കൺസൈൻമെൻറ്റിനും കൊടുക്കാൻ പറ്റുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ റെക്കറിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എക്സ്പെൻസസ്. അത് 1 ടൈം പേയ്മെൻ്റ് അല്ല, മനസ്സിലായോ? അതിൻ്റെ എക്സാമ്പിൾസ് ആണ് സാലറീസ് ആൻഡ് കമ്മീഷൻസ്, അഡ്വർടൈസിങ്, ബ്രോക്കറേജ്, ഗോഡൗൺ റെൻറ്റ്, അങ്ങനത്തെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഇത് നന്നായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് അക്കൗണ്ട് സെയിൽസ്. An account sale is a periodic statement sent by the consignee to the consignor showing the amount of gross sales, advance remitted, amount of expenses met, the amount of commission, the balance amount due, etc.
It is usually sent at a fixed periodic intervals after the entire goods are sold out. എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പീരിയോഡിക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് കൺസൈനർക്ക് കൺസൈൻമെൻറ്റിൽ അയച്ചു കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന പേരാണ്. ഇതിൽ ഗ്രോസ് സെയിൽസ് എഴുതിയിട്ടുണ്ടാവും, അഡ്വാൻസ് റെമിറ്റഡ് എഴുതിയിട്ടുണ്ടാവും, പിന്നെ എമൗണ്ട് ഓഫ് എക്സ്പെൻസസ് മെറ്റ്, കൺസൈനി കൊടുത്തിട്ടുള്ള എക്സ്പെൻസസിനൊക്കെ എമൗണ്ട് എഴുതി കാണും, പിന്നെ എമൗണ്ട് ഓഫ് കമ്മീഷൻ എഴുതി കാണും, പിന്നെ ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് എഴുതി കാണും. ഭയങ്കര ഒരു പീരിയോഡിക് ഒരു ഇൻ്റർവെൽസിൽ കൊടുക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പറയുന്ന പേരാണ് അക്കൗണ്ട് സെയിൽസ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെസിമെൻ ഓഫ് ആൻ അക്കൗണ്ട് സെയിലാണ്. നമ്മൾ ഫോർമാറ്റാണ് നോക്കാൻ പോകുന്നത്. ഈ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളതാണ്. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് എല്ലാ എക്സാം പേപ്പറിലും ഞാൻ കാണാറുള്ളതാണ്. ഇപ്പം നോക്കി പോകുന്നത് നന്നായിരിക്കും കേട്ടോ. Account sale of 100 X brand heaters and 50 S brand stoves received and sold on behalf of Bajaj Electricals Bombay. 80 X brand heaters at the rate 200 rupees and 30 S brand stoves at the rate 400 rupees. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടിയിട്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതണം. ഓക്കെ, പിന്നെ ലെസ് എക്സ്പെൻസസ് നമ്മൾ എല്ലാത്തിൻ്റെയും നോൺ റിക്കറിങ് എക്സ്പെൻസസ് ആണ് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഈ എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഫ്രൈറ്റ് ആൻഡ് ക്യാരേജ്, ഇൻഷുറൻസ്, വെയർഹൗസ് റെൻറ്റ്, കമ്മീഷൻ അറ്റ് ദ റേറ്റ് 5% ഓൺ 28,000 rupees. നോൺ റിക്കറിങ്ങും എടുക്കണം കേട്ടോ ഈ അക്കൗണ്ട് സെയിലിൽ വരുമ്പോൾ. അത് എല്ലാം കൂടെ കൂട്ടിയിട്ട് എക്സ്പെൻസസ് നമ്മൾ മുമ്പേ കണ്ടുപിടിച്ച ആ സെയിൽസ് എമൗണ്ടിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് നെറ്റ് പ്രൊസീഡ്സ് കിട്ടും. ഓക്കെ, നെറ്റ് പ്രൊസീഡ്സ് നിന്ന് വല്ല അഡ്വാൻസ് ഉണ്ടെങ്കിൽ ഈ എക്സാമ്പിളിൽ 10,850 ആണ് അഡ്വാൻസ് വന്നിരിക്കുന്നത്. ഇതിവിടെ ഒരു ചെറിയൊരു എറർ ഉണ്ട്, ഒരു ചെറിയ തെറ്റുണ്ട് ഇവിടെ, പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. അഡ്വാൻസ് ആണ് 10,850, ബാലൻസ് അല്ല കേട്ടോ. ബാലൻസ് വരുമ്പോൾ അപ്പോൾ 15,000 വരും. ഓക്കെ, അതാണ് ഈ അക്കൗണ്ട് സെയിലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, താഴെ വരുമ്പോൾ ഇ ആൻഡ് ഒ ഇ എന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡ് കോർണറിൽ എഴുതണം, പിന്നെ പ്ലേസും ഡേറ്റും എഴുതണം. ഓക്കെ, പിന്നെ റൈറ്റ് സൈഡ് എൻഡിൽ നമ്മൾ ഫോർ ഏത് കമ്പനിക്കാണോ ഈ അക്കൗണ്ട് സെയിൽ എഴുതുന്ന ആ കമ്പനിയുടെ പേരും പിന്നെ SD എന്ന് എഴുതിയിട്ട് മാനേജർ പോസ്റ്റ് ആണെങ്കിൽ ആ പോസ്റ്റിൻ്റെ പേരും എഴുതണം. ഇതാണ് അക്കൗണ്ട് സെയിലിൻ്റെ സ്പെസിമെൻ. ഈ വീഡിയോയിൽ ഞാൻ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്സിൻ്റെ ഫുൾ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനാണ് നടത്തിയത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. എൻ്റെ മുമ്പത്തെ വീഡിയോസ് എൻ്റെ ചാനലിൽ അവൈലബിൾ ആണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ ഞാൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനർ ആൻഡ് കൺസൈനി ആൻഡ് ജേർണൽ എൻട്രീസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു.